എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ആങ്സൈറ്റി മറ്റു കാര്യങ്ങൾക്കെല്ലാം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. പുസ്തകം ഇംഗ്ലീഷിലാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം. ആങ്സൈറ്റിയെയും OCDയെയും എല്ലാം ഒരു പരിധിവരെ, ഡിപ്രഷനെയും എല്ലാം ഒരു പരിധിവരെ സ്വയം മാനേജ് ചെയ്യുവാൻ നിങ്ങളെ ആ പുസ്തകം സഹായിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് CBT എന്താണ്. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. CBT എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ആ തെറാപ്പി തന്നെ ബേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോഗ്നിഷൻ, തോട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് എമോഷൻസിലാണ്. ചിന്തകൾ, പെരുമാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ വികാരങ്ങൾ, ഇവയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ CBT ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. അതൊരു തരം സൈക്കോ തെറാപ്പിയാണ്. സാധാരണഗതിയിൽ അതിനെ നമ്മൾ ടോക്ക് തെറാപ്പി എന്നുള്ള പേരിലും സംബോധന വിളിക്കാറുണ്ട്. സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പല പല എക്സസൈസുകളും നരേഷൻസും അതേപോലെ അസൈൻമെന്റ്സും എല്ലാം തന്ന് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചെയ്യിച്ച് പ്രാക്ടിക്കലായി ബിഹേവിയറൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ എമോഷൻസിനെ റെഗുലേറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ചില വിശ്വാസങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ചില വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ CBT നമ്മൾ ചിട്ടപ്പെടുത്താറുള്ളത്. പല അൺഹെൽപ്ഫുൾ തിങ്കിങ് പാറ്റേൺ, അതായത് നമുക്ക് സഹായകരമല്ലാത്ത ചിന്താ രീതികൾ നമുക്ക് പല മാനസിക പ്രശ്നങ്ങളും വരുത്തി വെക്കാറുണ്ട്. അതേപോലെ തന്നെ അൺഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ്, നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ചില ബിഹേവിയേഴ്സ് നമ്മൾ പഠിച്ചെടുക്കുന്നത് വഴി അതും നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരുത്തി വെക്കാറുണ്ട്. ഈ CBTയിലൂടെ കുറച്ചുകൂടി ബെറ്ററായ പെരുമാറ്റ രീതികളും കുറച്ചുകൂടി ബെറ്ററായ ചിന്താ രീതികളും കുറച്ചുകൂടി ബെറ്ററായ ഇമോഷണൽ രീതികളും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പല പുതിയ ഹാബിറ്റുകളും നമ്മുടെ ഹാബിറ്റ്സ് തുടങ്ങുന്നത് വഴി പല മാനസിക പ്രശ്നങ്ങളെയും പല ചിന്താരീതികളെയും പല വിശ്വാസങ്ങളെയും പല ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ്സിനെയും നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇതെല്ലാമാണ് പൊതുവെ CBTയുടെ അടിസ്ഥാന തത്വങ്ങൾ. CBT പൊതുവെ ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഡിപ്രഷൻ, OCD, ഇൻസോംനിയ, ഈറ്റിംഗ് ഡിസോർഡർ പോലെയുള്ളവയ്ക്ക് പൂർണ്ണമായും മാറ്റുവാൻ തന്നെ ഇവ സഹായിക്കും. ഇതിന് പുറമെ സ്കിസോഫ്രീനിയ, ബൈപോളർ ഡിസോർഡർ തുടങ്ങിയവയ്ക്ക് ഒരു അഡ്ജുവന്റായി, അതായത് ട്രീറ്റ്മെന്റിന്റെ കൂടെ ചെയ്താൽ പല സിംറ്റംസും കുറയുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ CBT ചെയ്യുന്നയിടയ്ക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. CBT ചെയ്യുന്ന തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ പല പ്രശ്നങ്ങളും നമുക്ക് എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ കഴിയും. അപ്പോൾ സൈക്കോ എഡ്യൂക്കേഷൻ അത് പല ലെസൺസ് വഴി നിങ്ങൾക്ക് തരും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യവും തിരിച്ചു വരുമ്പോൾ സംസാരിക്കുമ്പോൾ ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ച് ഫീഡ്ബാക്കിൽ അധിഷ്ഠിതമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള വളരെ നല്ലൊരു ബന്ധം, വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ബന്ധം ഇത്തരം തെറാപ്പികൾക്ക് അത്യാവശ്യമാണ്. പലപ്പോഴും റോൾ പ്ലേ ചെയ്യിക്കാറുണ്ട്. ക്ലയന്റിനെ ഏത് സാഹചര്യത്തെക്കുറിച്ചാണോ അദ്ദേഹത്തിന് പേടി, ആ സാഹചര്യവുമായി അദ്ദേഹത്തെ റോൾ പ്ലേ ചെയ്യിക്കും. അദ്ദേഹം ആ സാഹചര്യമായി മാറുകയും മറ്റൊരാൾ അതിനെ പേടിക്കുന്ന ഒരാളായി മാറുകയും ചെയ്യുന്ന റോൾ പ്ലേ ടെക്നിക്കും ഉപയോഗിക്കാറുണ്ട്. ശരീരത്തെയും മനസ്സിനെയും കാം ചെയ്യുവാനും റിലാക്സ് ചെയ്യുവാനുമുള്ള മെത്തേഡ്സ് അവരെ പഠിപ്പിക്കാറുണ്ട്. ഈ പേടികളെ നമ്മൾ ഫേസ് ചെയ്യണം എങ്ങനെ, അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് പല പേടികളും ഉണ്ടാവും. ആ പേടികളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. എക്സ്പോഷർ ടു ഫിയർ, എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. അത് CBTയുടെ ഭാഗമാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പതിയെ ചെയ്യാൻ പഠിപ്പിക്കും. കൂട്ടത്തിൽ അസൈൻമെന്റ്സ് ഉണ്ടാവും, ഡയറി എഴുതാൻ പറയും, ജേർണൽസ് എഴുതാൻ പറയും, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും, അതിന് ആൻസർ ചെയ്യാൻ പറയും. അങ്ങനെ കുറേയധികം ടാസ്കുകളും നമ്മൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പൊതുവെ പറയാവുന്ന എക്സസൈസും മെഡിറ്റേഷനും എല്ലാം അതിൻ്റെതായ രീതിയിൽ മൈൻഡ്ഫുൾനെസ് എല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതെല്ലാമാണ് പൊതുവെ CBT അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ട്രിക്സ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, CBT എങ്ങനെ വർക്ക് ചെയ്യും? പ്രസന്റിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. മുമ്പ് കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ വിഷയങ്ങളെക്കുറിച്ച് ആലോചന നിർത്തി പ്രസന്റിൽ ജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രസന്റിലെ ചിന്തകൾ, പ്രസന്റിലെ ബിഹേവിയർ, പ്രസന്റിലെ ഇമോഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുവാൻ, കേന്ദ്രീകരിക്കുവാൻ നമ്മൾ ശീലിച്ചെടുക്കുന്നു.
നമ്മൾ ചിന്തിക്കുന്ന രീതിയെയും പെരുമാറുന്ന രീതിയെയും മാറ്റിയെടുക്കുവാൻ, ഗുണപരമായ രീതിയിൽ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്നു. ഓട്ടോമാറ്റിക് തോട്ട്സിനെ, ഇററാഷണൽ തോട്ട്സിനെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി, യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്ത് മാറ്റിയെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നു. മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി നല്ലപോലെ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇമോഷൻസിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ചിന്തകളിൽ കൂടുതൽ കൺട്രോൾ നമുക്കുള്ളതായി നമ്മൾ ഫീൽ ചെയ്യുന്നു. നെഗറ്റീവ് മൂഡിന്റെ റിസ്ക് വളരെയധികം കുറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ, OCD പോലെയുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ ക്യൂർ ചെയ്യുവാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.